ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്ന് മന്ത്രി കെ രാജൻ. പ്രതിസന്ധികൾ നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ 4000-ഓളം ക്യാമ്പുകൾ സജ്ജം. നിലവിൽ ഡാമുകളിൽ എവിടെയും പ്രശ്നങ്ങളില്ല എന്നും രാത്രികാലങ്ങളിൽ ഡാമുകൾ തുറക്കില്ലെന്നും മന്ത്രി. PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തിയെന്ന് UDF ചെയർമാൻ VD സതീശൻ. PV അൻവർ പറഞ്ഞത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റിന് ആവേശകരമായ സ്വീകരണമൊരുക്കി ഷൊർണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ. കാലവർഷം ശക്തമായതോടെ ഷൊർണൂർ കുളപ്പുള്ളി പാത വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ. ഇരുചക്ര വാഹനക്കാർക്ക് ഭീഷണിയായി റോഡിലെ വൻ ഗർത്തങ്ങൾ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തിയിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ മൗനം പാലിച്ച് അധികൃതർ. തുടരുന്ന കാലവർഷക്കെടുതി. കോട്ടായിയിൽ കിടപ്പ് രോഗിയുടെ ഓടിട്ട വീട് തകർന്നു. കോട്ടായി അണ്ടത്തുകാട് റോഡിന്റെ ബണ്ട് തകർന്ന് റോഡിന്റെ വശം ഒലിച്ചുപോയി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളിയിൽ വീട് തകർന്നടിഞ്ഞു. പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതോടെ പ്രതിസന്ധിയിലായി നാട്ടുകാർ. പാലം പ്രശ്നത്തിൽ പ്രതിഷേധവുമായി BJP. ഒഴുക്കുകൂടിയതോടെ പട്ടാമ്പിയിലെ പുതിയ പാലത്തിന്റെ പണി നിർത്തിവച്ചു. ഇരുകരമുട്ടി ഭാരതപ്പുഴ ജാഗ്രത വേണമെന്ന് അധികൃതർ. കാലവർഷക്കെടുതി നേരിടാൻ UR പ്രദീപ് MLA-യുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേലക്കരയിൽ. പാലക്കാട് വാളയാർ പുതുശ്ശേരിയിൽ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസിന്റെ പിടിയിൽ. ബിൽഡിംഗ് പെർമിറ്റിനായി കൈക്കൂലി വാങ്ങിയത് 10,000 രൂപ. നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി. തൃശൂർ മണ്ണുത്തിയിൽ സഹോദരനൊപ്പം കുളിക്കാൻ പോയ ജ്യേഷ്ഠൻ കുളത്തിൽ വീണ മുങ്ങി മരിച്ചു. മരിച്ചത് ചേരുകുഴി സ്വദേശി നീർച്ചാലിൽ സുരേഷിന്റെ മകൻ 10 വയസ്സുള്ള സരുൺ. 8 വയസ്സുകാരൻ വരുൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വിദ്യാലയങ്ങൾക്ക് ഏറെ ഗുണകരമായെന്ന് അധ്യാപകരും രക്ഷിതാക്കളും. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗണിത ഭാഷാ നൈപുണി വികസന പദ്ധതിക്ക് തുടക്കം. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം ഓങ്ങല്ലൂരിൽ. വാർത്തകൾ വിശദമായി. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് പ്രാഥമിക കണക്കെന്ന് മന്ത്രി കെ രാജൻ. പ്രതിസന്ധികൾ നേരിടുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനായി 4000-ഓളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടമില്ലെന്നും രാത്രികാലങ്ങളിൽ ഡാം തുറക്കില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. മലയോര മേഖലയിൽ രാവിലെ 8 മണിവരെ ശരാശരി 500 mm മഴ ലഭിച്ചിട്ടുണ്ട്. മണ്ണ് കുതിരുന്നതോടെ 29, 30 തീയതികളിൽ മഴയും കാറ്റും കൂടും. ഈ ദിവസങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. കനത്ത മഴയ്ക്കൊപ്പം കനത്ത കാറ്റും മലയോര മേഖലയിലുള്ള രാത്രിയാത്രയിൽ ജാഗ്രത പുലർത്തണം. ഇതുവരെ 33 കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞു. 29 കൊല്ലത്താണ്. കണ്ടെയ്നർ തകർന്ന ചില ഭാഗങ്ങൾ പുറത്തുവരുന്ന സാഹചര്യമുണ്ട്. തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. കണ്ടെയ്നറുകൾ കണ്ടെത്തിയാൽ 200 മീറ്ററെങ്കിലും അകലം പാലിക്കണം. ഇന്നുകൂടി കണ്ടെയ്നറുകൾ തീരത്തടിയും എന്ന് കോസ്റ്റ് ഗാർഡ് പറഞ്ഞിട്ടുണ്ട്. കപ്പൽ പൊന്തിച്ചെടുക്കാൻ സാൽവേജ് കമ്പനി എത്തിയിട്ടുണ്ട്. കപ്പൽ പൂർണ്ണമായും പുറത്തെടുക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കുന്നു. നേവിയുടെ സൈഡ് സ്കാനിംഗ് സോളാർ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരള തീരത്തിൽ ഇതുവരെ എണ്ണ കണ്ടെത്തിയിട്ടില്ല. മധ്യഭാഗത്തു കൂടിയാണ് എണ്ണ ഒഴുകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പൊഴികളിലും അഴികളിലും ഓയിൽ ബൂം സ്ഥാപിച്ച് ഓയിൽ തീരത്തേക്ക് വരുന്നത് തടയാനാണ് ശ്രമിക്കുന്നത്. വെരിലോ സൾഫർ ഓയിൽ പുഴകളിലേക്ക് വരാതിരിക്കാൻ അറക്കപ്പൊടി നിറച്ച ചാക്കും സ്ഥാപിക്കും. ഇത്തവണ വർണബിൾ ലൊക്കേഷൻ കൂടി എടുക്കുന്നുണ്ട്.
4000-ഓളം ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഇത്തവണത്തെ മൺസൂൺ കാറ്റ് 3 ദിവസമായിട്ടേ ഉള്ളൂ ആരംഭിച്ചതെങ്കിലും വളരെ ശക്തിയോടെയാണ് പോകുന്നത്. അപ്പോൾ അത് 29-30 തീയതികളിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണണം. കാറ്റും മഴയും ഒരേ സമയം കൂടുതലാകുന്ന ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. KICB എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നഷ്ടത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് 29-30 തീയതികളിൽ ആൻറ്റിസിപ്പേറ്റഡ് ഇവോക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ആവശ്യമായാൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇന്ന് ഉച്ചയോടുകൂടി അടുത്ത ദിവസത്തെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടുത്ത ദിവസത്തെ പ്രവചനങ്ങൾ കൂടി ലഭ്യമാകും. IMD മാത്രമല്ല നമ്മൾ ആശ്രയിക്കുന്നത്, GFS-ഉം IBM വെതറും ഒക്കെ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടാവുന്ന എല്ലാ ഏജൻസികളെയും അവരുടെ പ്രവചനങ്ങളെയും ഈ കാര്യത്തിൽ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കും. സംസ്ഥാനത്ത് നിലവിൽ 16 ക്യാമ്പിൽ 467 ആളുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വൈദ്യുതി വകുപ്പിനാണ്. 29-30 തീയതികളിൽ കാറ്റും മഴയും ശക്തമായേക്കും. ഡാമുകളിൽ നിലവിൽ എവിടെയും അപകടമില്ല. രാത്രികാലങ്ങളിൽ ഒരു സാഹചര്യത്തിലും ഡാം തുറക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPCC പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്കുള്ള യാത്രാ മധ്യേയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണമൊരുക്കിയത്. നിരവധി പേർ സണ്ണി ജോസഫിനെ ഹാരാർപ്പണം നൽകി സ്വീകരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനൊപ്പമുണ്ടായിരുന്നു. സെക്രട്ടറി KP നൌഷാദ് അലി, DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു, DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് TK ബഷീർ, ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ, മഹിളാ കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീകല രാജൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശോഭ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TK ആഷിഖ്, ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് സെക്രട്ടറിമാരായ PM മുരളീധരൻ, വിൻസെന്റ്, ശ്രീനിവാസൻ, മുത്തു, പ്രിയദർശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രെയിൻ മാർഗം ഷൊർണൂരിൽ വന്നിറങ്ങിയ സണ്ണി ജോസഫ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചായ കുടിച്ച് കാർ മാർഗമാണ് നിലമ്പൂരിലേക്ക് യാത്ര തുടർന്നത്. 2011 മുതൽ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിലെ MLA കൂടിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് UDF ചെയർമാൻ VD സതീശൻ. അഴിമതി, പോലീസിന്റെ പക്ഷപാതം, കർഷകർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം തുടങ്ങിയവയാണ് സർക്കാരിനെതിരെ PV അൻവർ പറഞ്ഞതെന്നും ഇത് സർക്കാർ നയമാണെന്നും ഈ നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടിയുമായി UDF ചെയർമാൻ VD സതീശൻ. PV അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യത്തിൽ പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കും എന്നായിരുന്നു VD സതീശന്റെ മറുപടി. അവരുടെ പുതിയ സാഹചര്യങ്ങൾ കൂടി എല്ലാം വിലയിരുത്തിയിട്ടൊരു തീരുമാനമുണ്ടാവും. പുതിയതായ ഇപ്പോൾ ഇലക്ഷന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായ സാഹചര്യം, അന്ന് ഞങ്ങൾ അദ്ദേഹത്തെ UDF-ന്റെ ഭാഗമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. പുതിയ സാഹചര്യം വിലയിരുത്തിയിട്ട് തീരുമാനമെടുക്കും. അഴിമതി, പോലീസിന്റെ പക്ഷപാതം, കർഷകർക്കെതിരെയുള്ള പ്രശ്നങ്ങൾ, വന്യമൃഗശല്യം തുടങ്ങിയവയാണ് PV അൻവർ സർക്കാരിനെതിരെ പറഞ്ഞത്. ഇത് സർക്കാരിന്റെ നയങ്ങളാണ്. നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് KPCC സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. PV അൻവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. അൻവർ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളാണ്, ജനവിരുദ്ധ നയങ്ങളാണ്. കർഷകർക്കെതിരെയുള്ള സമീപനം, പോലീസിൻ്റെ അഴിമതി, പക്ഷപാതം, വന്യമൃഗശല്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിസ്സംഗത, ഇതൊക്കെയാണ് അൻവർ ഉയർത്തിയത്. ആ വിഷയങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതാണ് UDF ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചത്. അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ, സർക്കാരിൻ്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ UDF ആണ്, കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അവരുടെ കൂടെ ജനങ്ങൾ നിൽക്കും, നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജനതയാണ് നിലമ്പൂരുകാരെ പ്രതികരിക്കുക. ഇരുവരും രാവിലെ ഷൊർണൂരിൽ എത്തിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി നിലമ്പൂരിലേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഷൊർണൂർ കുളപ്പുള്ളി റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ച് പോകുന്ന രീതിയിലാണ്. റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനാൽ ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ ഷൊർണൂർ കുളപ്പുള്ളി റോഡ് വീണ്ടും തകർച്ചയിലേക്ക്. ഷൊർണൂർ ടൗൺ മുതൽ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ ഷൊർണൂർ ടൗൺ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ, പൊതുവാൾ ജംഗ്ഷൻ മുതൽ കുളപ്പുള്ളി വരെയുള്ള പാതയിൽ കുളഞ്ചേരിക്കുളം ടെക്നിക്കൽ ഹൈസ്കൂളിന് മുന്നിലുമാണ് വലിയ രീതിയിലുള്ള ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന സ്ഥിതിയാണ്. പല ഭാഗങ്ങളിലും ഇതാണ് അവസ്ഥ. മഴ പെയ്തു ഗർത്തങ്ങളിൽ വെള്ളം നിറഞ്ഞാൽ റോഡിലെ കുഴികൾ കാണാതെ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ്. ജൂൺ 2-ന് സ്കൂൾ തുറക്കാനിരിക്കെ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻഭാഗത്ത് രൂപപ്പെട്ട കുഴികളും ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻഭാഗത്ത് രൂപപ്പെട്ട കുഴികളും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെ പോലും ദുരിതത്തിലാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൊർണൂർ കുളപ്പുള്ളി പാതയിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട ഭാഗങ്ങളിൽ ഓട്ടയടയ്ക്കൽ തകൃതിയായി നടന്നെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി സെന്ററിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. നിരവധി വാഹനങ്ങൾ കുഴിയിൽപ്പെടുന്നത് നിത്യസംഭവമായിരിക്കുകയാണ്. അധികൃതർ മൗനത്തിലാണ്. ചെറുതുരുത്തി സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന് സമീപമാണ് ഒരാഴ്ചയ്ക്ക് മുൻപ് പൈപ്പ് ലൈൻ പൊട്ടി ചെറിയ ഗർത്തം രൂപപ്പെട്ടത്. ആളുകളുടെ പരാതിയെ തുടർന്ന് മെറ്റലും സിമന്റും ഇട്ട് അടച്ചെങ്കിലും മഴ പെയ്തതോടെ അവയെല്ലാം വീണ്ടും പഴയ രീതിയിലായി. ഇപ്പോൾ ഇവിടെ വലിയൊരു ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നു പോകുന്നത്. ഇരുചക്ര വാഹനങ്ങളടക്കം ഈ കുഴിയിൽ വീണ് അപകടം സംഭവിക്കുന്നത് പതിവാണ്. രാത്രികാലങ്ങളിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കുഴി കണ്ടതിനെ തുടർന്ന് വെട്ടിച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങൾ ഇടിച്ച് അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനിയും വലിയ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ഓട്ടോ ഡ്രൈവർ സേവിയർ ആവശ്യപ്പെട്ടു. ഇതിന് 10 ദിവസത്തോളമായി ഈ കുഴി ഇവിടെ ഉണ്ടായിട്ട്. ഈ കുഴി വന്നപ്പോൾ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ടീം കൊണ്ടുവന്നിട്ട് കുറച്ച് എംസാൻഡും മെറ്റലും കൂടിയിട്ടായി. സിമെൻ്റൊന്നും ഇല്ല. സിമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഉറച്ചിട്ടുണ്ടാവും. സിമെൻ്റൊന്നും ഉറച്ചില്ല. ഇതിപ്പോൾ വീണ്ടും ഇതായി. ഇപ്പോൾ എന്താ വെച്ചാൽ അവരിട്ട മെറ്റൽ കംപ്ലീറ്റ് മറ്റുള്ള വണ്ടികൾ ഇറങ്ങി കയറുമ്പോൾ അടിച്ചിട്ട് ആ വണ്ടി അപ്പുറത്തെ സൈഡിലൊരു വണ്ടി നിർത്താൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ ഈ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒന്നുകിലും മെറ്റലടിക്കും അല്ലെങ്കിൽ ചെളിയടിക്കും. ഇത് എങ്ങനെ പോയാലും നമുക്ക് കാര്യമില്ല. ഇതിപ്പോൾ മെയിൻ റോഡാണ്, കുളപ്പുള്ളി തൃശ്ശൂർ മെയിൻ റോഡിലാണ് ഇപ്പോൾ ഈ സംഭവമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് അധികൃതർക്ക് യാതൊരു ചൂടുമില്ല, അവരൊന്നും ചെയ്യുകയില്ല. എന്തു വന്നാലും ലാസ്റ്റ് വന്നവർ പോയി. ഇനിയിപ്പോൾ ഇതിൽ ആരെങ്കിലും രാത്രിയാകുമ്പോൾ കണ്ണ് കാണാണ്ട് വന്ന് ചാടിയോ അവന് പറ്റിയെന്നല്ലാണ്ട് ഒന്നുമില്ല. 2 വീലറുകാർ കടച്ചിട്ട് വരും, പെട്ടെന്ന് എത്തുമ്പോൾ കാണും ഒന്നിൽ ചവിട്ടിയാൽ വലിച്ചു ആ നാട്ടിലേക്ക് പോകും. വേറെ വല്ല വണ്ടി വന്ന് കയറിയാൽ അത് നമ്മൾ കാണേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ശക്തമായ കാറ്റിലും മഴയിലും ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. 5 വൈദ്യുതി പോസ്റ്റുകൾ പൂർണ്ണമായും 2 എണ്ണം ഭാഗികമായും തകർന്നു. പോസ്റ്റിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതിയും ഗതാഗത തടസ്സവും ഏറെ നേരം അനുഭവപ്പെട്ടു. മഴയും കൂടി ഉണ്ടായത്. അപ്പോഴാണ് ഈ ഒരു ഇവിടുത്തെ വടിക്കീട്ടിൽ രാമദാസിൻ്റെ വീട്ടിലുള്ള ഒരു പുളി മറന്നു വീണത്. അങ്ങനെയാണ് ഇവിടെ ഒരു 6-7 പോസ്റ്റുകൾ, മാക്സിമം ഒരു 5 പോസ്റ്റുകൾ തന്നെ വീണിട്ടുണ്ട്. ഒരു 2 പോസ്റ്റുകൾ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. 6-7 പോസ്റ്റുകൾക്ക് നഷ്ടം വന്നിരിക്കണം. ആ ടൈമിലൊരു സ്കൂട്ടിയിലൊരു ഭാര്യയും ഭർത്താവും കൂടി വന്ന് എങ്ങനെയാ അപകടത്തിൽ നിന്ന് ചെറുതായ നൂലരയ്ക്കാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കോരിച്ചൊരിയുന്ന പേമാരിയിൽ കോട്ടായിയിൽ കിടപ്പ് രോഗിയായ ചേന്തംകാട്ടിൽ സീതാലക്ഷ്മിയുടെ ഓടിട്ട വീട് തകർന്നു വീണു. പാലിയേറ്റീവ് രോഗിയായ ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. കോട്ടായി അണ്ടത്തുകാട് റോഡിൻ്റെ ബണ്ട് തകർന്ന് റോഡിൻ്റെ വശം ഒലിച്ചുപോയി. പറളി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ എടത്തറ വളയം പറമ്പിൽ സാവിത്രിയുടെ വീട് കനത്ത മഴയിലും കാറ്റിലും തകർന്നടിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ആയിരുന്നു സംഭവം. വീട്ടിൽ ആളുകളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. പറളി പതിപ്പാലം വെള്ളം മൂടി. പാലം ഉയരം കൂട്ടി നിർമ്മിക്കണമെന്ന ഏറെ നാളത്തെ ആവശ്യം ഇന്നും ജലരേഖയായി തുടരുന്നു. അപകട സാഹചര്യമായതിനാൽ പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചു. പ്രതിസന്ധിയിലായിരിക്കുകയാണ് നാട്ടുകാർ. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ പറളി ഓടന്നൂർ പതിപ്പാലം വെള്ളത്തിനടിയിലായി. പറളി കോട്ടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പതിപ്പാലം വെള്ളം മൂടിയതോടെ നിരവധി യാത്രക്കാർ പ്രതിസന്ധിയിലായി. അപകട സാഹചര്യമായതിനാൽ പാലത്തിൽ കൂടി യാത്ര നിരോധിച്ച് പാലത്തിൻ്റെ ഇരുകരകളിലും വടം കെട്ടി തടഞ്ഞിട്ടുണ്ട്. മഴ കനത്താൽ പാലം വെള്ളത്തിൽ മുങ്ങുന്നത് പതിറ്റാണ്ടുകളായുള്ള അവസ്ഥയാണ്. പാലം ഉയരം കൂട്ടി നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിനും ഇതേ കാലപ്പഴക്കമുണ്ട്. പുഴ കരകവിഞ്ഞാൽ പാലം മുങ്ങും. പാലം മുങ്ങിയാൽ ഗതാഗതം നിലയ്ക്കും. ഗതാഗതം നിലച്ചാൽ മുറവിളി ഉയരും. വെള്ളം ഇറങ്ങിയാൽ എല്ലാ ബഹളവും ഒതുങ്ങും. വീണ്ടും ബഹളം ഉയരണമെങ്കിൽ വീണ്ടും പാലം വെള്ളത്തിൽ മുങ്ങണം.
ന്യൂസ് ബ്യൂറോ, കോട്ടായി. മഴ ശക്തി പ്രാപിച്ചാൽ വെള്ളത്തിൽ മുങ്ങാറുള്ള പറളി ഓടനൂർ പതിപ്പാലത്തിന്റെ ദുരവസ്ഥയ്ക്കും അധികൃതരുടെ അനാസ്ഥയിലും പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടി പറളി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത്. പാലം ഉയർത്തണമെന്ന ആവശ്യത്തിന് 15 വർഷത്തെ പഴക്കമുണ്ടെന്നും ഇലക്ഷൻ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായി പാലം മാറിയെന്നും BJP കുറ്റപ്പെടുത്തി. മഴ ശക്തി പ്രാപിച്ച് കണ്ണാടിപ്പുഴയിൽ വെള്ളമുയർന്നാൽ വെള്ളത്തിൽ മുങ്ങാറുള്ള പറളി ഓടന്നൂർ പതിപ്പാലത്തിന്റെ ദുരവസ്ഥയ്ക്കും അധികൃതരുടെ അനാസ്ഥയ്ക്കും എതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി പറളി ഏരിയ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. പതിറ്റാണ്ടുകളായി ഈ ദുരവസ്ഥ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടമെടുത്താൽ പതിപ്പാലം ചർച്ചയാകും. അപ്പോഴൊക്കെ പാലം ഉയരം കൂട്ടി പുതുക്കി പണിയാൻ നടപടിയായെന്നും കോടികൾ അനുവദിച്ചിട്ടുണ്ടെന്നും എഴുതിയ മനോഹരമായ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബോർഡുകളും കാണില്ല, പാലം പണി ചർച്ചയുമില്ല. 15 വർഷമായി തുടരുന്ന ഈ നാടകത്തിനെതിരെ BJP പറളി ഏരിയ കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി. പറളി നിലംപതിപ്പാലത്തിൻ്റെ ദുരവസ്ഥയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ വർഷവും ബഡ്ജറ്റിൽ അത്ര ലക്ഷം, അത്ര കോടി വകയിരുത്തി, ഇത്ര കോടി വകയിരുത്തി എന്ന് എല്ലാ ബഡ്ജറ്റിലും പറയുകയാണെങ്കിൽ പറയുകയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമാവുന്നില്ല. ഈ പാലം ഉടനടി പണിയെടുക്കും, അതിന് വേണ്ടതായിട്ട് നടപടികൾ കൈക്കൊള്ളും എന്ന് എല്ലാ പ്രാവശ്യവും ഇവിടെ വരുന്ന MLA ആയും ശരി MP ആയും ശരി അതിനുള്ള അവർ വാഗ്ദാനങ്ങൾ നൽകും. ഇതിപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് മുമ്പ് 10 വർഷത്തോളം നമ്മുടെ മൺമറിഞ്ഞു പോയ ശ്രീ വിജയദാസ് ആയിരുന്നു MLA. അതിനുശേഷം ഇപ്പോൾ ശാന്തകുമാരി MLA ആണ്. ഇപ്പോൾ കേരളം ഭരിക്കുന്ന ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ MLA മാരാണ് ഈ നാട്ടിൻ്റെ ജനപ്രതിനിധികളാണ്. ഈ നാട്ടിലെ ജനങ്ങൾ കാലാകാലങ്ങളായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സത്വരമായൊരു നടപടിയെടുക്കാനോ ഒന്നും അവർ താല്പര്യം കാണിക്കുന്നില്ല. ഇലക്ഷൻ വരുന്ന സമയത്ത് വലിയൊരു ഫ്ലെക്സ് വെക്കുക, MLA അഭിനന്ദനങ്ങൾ പറയും, അത്ര കോടി ഫണ്ട് വെച്ചു, ഇത്ര കോടി ഫണ്ട് വെച്ചു എന്ന് വെച്ച് ഫ്ലെക്സ് വെക്കുക എന്നല്ലാതെ ജനങ്ങൾ വോട്ട് വാങ്ങുകയെന്നല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പറളി ഏരിയ പ്രസിഡന്റ് ദിവാകരൻ, ഏരിയ ജനറൽ സെക്രട്ടറി മഹേഷ് മനക്കമ്പാട്, ഏരിയ വൈസ് പ്രസിഡന്റ് ശിവകുമാർ, തേനൂർ മേഖലാ ജനറൽ സെക്രട്ടറിയും പറളി പഞ്ചായത്ത് 20ാം വാർഡ് അംഗവുമായ രാജേഷ്, കോങ്ങാട് മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി A. സുരേഷ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം ഇരുകരമുട്ടി കവിഞ്ഞൊഴുകുകയാണ് ഭാരതപ്പുഴ. ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. എന്നാൽ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഫോട്ടോ എടുക്കാനും വൻ തിരക്കാണ് ഭാരതപ്പുഴയുടെ തീരത്ത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് മുകളിൽ നിന്ന് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നത് കാണാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പ്രായപരിധിയില്ലാതെ ആളുകൾ ഇവിടെ എത്തി ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ആഹാരത്തിനു വേണ്ടി ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകളും പല പ്രദേശത്തായുണ്ട്. ശക്തമായ കുത്തൊഴുക്കിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലം ഇനിയും തകരുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. ഭാരതപ്പുഴ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നും എന്നാൽ അതിൽ അപകടം പതിയിരിക്കുന്നുണ്ടെന്നും ഇരുകരകളിലും വസിക്കുന്ന ആളുകളും കുട്ടികളും ഒരു കാരണവശാലും പുഴയിലേക്ക് ഇറങ്ങരുതേ എന്നും പരിസ്ഥിതി പ്രവർത്തകൻ ജമാൽ പറഞ്ഞു. കാലവർഷം മുൻപേണ് വന്നിരിക്കുന്നത്, ആയതുകൊണ്ട് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകിയിരിക്കുന്നു. അപ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇനി പുഴയിലേക്കുള്ള ഒരു വിനോദം ഒഴിവാക്കിയിട്ട് കുട്ടികളെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം ഞാൻ ദിവസം പുഴയുടെ ഈ ഓരങ്ങളിൽ വന്നിരിക്കുന്നതാണ്. എനിക്ക് അനുഭവങ്ങളുണ്ട് പുഴനെ പറ്റിയിട്ട്. പുഴ കാണാൻ സൗന്ദര്യമുണ്ട്, പക്ഷേ അപകടാവസ്ഥയുണ്ട്. കുട്ടികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നതുകൊണ്ടാണ് മഴ വളരെ ഇടവറിയില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാലവർഷത്തെ വളരെ കരുതലോട് കാണണമെന്ന് ഞാൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴ കനത്തതോടെ ഭാരതപ്പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചു. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പട്ടാമ്പി ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയാണ് ഒഴുകുന്നത്. പുഴയിൽ ശക്തമായ കുത്തൊഴുക്കുമുണ്ട്. വെള്ളം വലിയ തോതിൽ വർദ്ധിച്ചതോടെ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയത്. പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പുഴയിലെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുക്കും. മഴക്കാലം വിട്ടുനിന്നാൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂവെന്നാണ് കരുതുന്നത്. കിഫ്ബിയിലെ 52 കോടിയോളം രൂപയാണ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്നത്. 33,14,53,000 രൂപയ്ക്കാണ് പാലം നിർമ്മാണം കരാർ എടുത്തിരിക്കുന്നത്. ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല. KRFB വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 24 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്നതും സംശയമാണ്.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാലവർഷം ശക്തിപ്പെട്ടതോടെ മഴക്കാലത്തെ നേരിടാൻ ചേലക്കര MLA UR പ്രദീപിന്റെ നേതൃത്വത്തിൽ 9 പഞ്ചായത്തിലെ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗം ചേലക്കര PWD റെസ്റ്റ് ഹൗസിൽ ചേർന്നു. മഴക്കെടുതിയെ നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്ന് UR പ്രദീപ് MLA പറഞ്ഞു. മഴക്കാലത്ത് ദുരിതമുണ്ടാകാൻ ഇടയുള്ള പ്രത്യേക മേഖലകളിൽ തികഞ്ഞ ജാഗ്രത ആവശ്യമാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുമെന്നും പൊതുജനങ്ങൾക്ക് മാധ്യമങ്ങൾ വഴി വിവരങ്ങൾ കൈമാറുന്നതിനും സംവിധാനമൊരുക്കുമെന്നും UR പ്രദീപ് MLA പറഞ്ഞു. KSEB ഓഫീസുകളിൽ ഒന്നിൽ കൂടുതൽ നമ്പറുകൾ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ ഒരുക്കാൻ MLA നിർദ്ദേശം നൽകി. വെള്ളം കയറി അപകടമുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകാനും ഓരോ പഞ്ചായത്തുകളിലും വളണ്ടിയർ ടീം രൂപീകരിക്കാനും തദ്ദേശ പ്രതിനിധികളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുവരെ മണ്ഡലത്തിൽ കാലവർഷത്തിൽ 17 വീടുകൾ തകർന്നതായി തഹസിൽദാർ യോഗത്തെ അറിയിച്ചു. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അപകട സാധ്യത ഉള്ള ഇടങ്ങളുടെ ഡാറ്റ തയ്യാറാക്കും. മികച്ച വളണ്ടിയർ ടീമുകൾ രൂപീകരിക്കണം. ചേലക്കര മണ്ഡലത്തിൽ മഴക്കാലത്ത് മാറി താമസിക്കാൻ ഉതകുന്ന തരത്തിൽ 43 ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ വൈദ്യുതിയും വെള്ളവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി ഭക്ഷണം വിതരണം ചെയ്യും. മഴക്കെടുതി ഇനി 5 ദിവസത്തെ മഴയിൽ നമ്മുടെ മണ്ഡലത്തിൽ ഏതായാലും 19 നാശനഷ്ടങ്ങൾ, വീടുകളും അതുപോലെ കിണറും വീട് നാശമായതും എല്ലാമായി നമ്മുടെ മണ്ഡലത്തിൽ ഏകദേശം 19 കേസ് ഇതിനകം റിപ്പോർട്ട്. ഈ രീതി വർദ്ധിക്കാതിരിക്കാനും കൂടുതൽ ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മണ്ഡലത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂടി, മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം വിളിച്ചുകൂടി വരുന്ന യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിനകത്താണ് നമുക്ക് ഇതിൻ്റെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു കൃത്യമായ പരിശോധനയും മണ്ണിടിച്ചിൽ സാധ്യതകളും വെള്ളപ്പൊക്കം സാധ്യതകളും ഈ പ്രദേശങ്ങളെല്ലാം മാർക്ക് ചെയ്ത് നമ്മുടെ ഇലക്ട്രിസിറ്റിയും വാട്ടർ അതോറിറ്റിയും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം വിജിലൻ്റായി ഈ കാര്യത്തിൽ ഇടപെടാനും തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം നമ്മൾ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു യോഗം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം. ജലഗതാഗതം തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വീണുകിടപ്പുണ്ട് എങ്കിൽ നീക്കം ചെയ്യണം. അപകടം ചെയ്യുന്ന മരങ്ങൾ മുറിച്ചിടണം. താലൂക്ക് ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. വീട് പരിശോധനാ ഫോട്ടോകൾ ഡോക്യുമെന്റ് ചെയ്യണമെന്നും ഓരോ വകുപ്പുകളും ചെയ്യേണ്ട കാര്യങ്ങൾ അടങ്ങിയ ഓറഞ്ച് ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടെന്നും തഹസിൽദാർ അറിയിച്ചു. യോഗത്തിൽ 9 ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KV നഫീസ, KM അഷറഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ശശിധരൻ മാസ്റ്റർ, MK പത്മജ, ഗിരിജ മേലേടത്ത്, B തങ്കമ്മ, K ജയരാജ്, PP സുനിത, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത്, ബ്ലോക്ക് സെക്രട്ടറി ആൽഫ്രഡ് സോജൻ, KA അൻസാർ അഹമ്മദ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് വാളയാർ പുതുശ്ശേരിയിൽ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയറായ ധനീഷ് CS വിജിലൻസിന്റെ പിടിയിലായി. ബിൽഡിംഗ് പെർമിറ്റിനായി 10,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇയാളെ പിടികൂടിയത്. 25,000 രൂപയാണ് ധനീഷ് ആവശ്യപ്പെട്ടത്. ഇതിൻ്റെ ആദ്യ ഗഡു 10,000 രൂപ കൈമാറുന്ന സമയത്താണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത്. നോട്ടുകളും പ്രതിയെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. മുമ്പും കൈക്കൂലി വാങ്ങുന്നതായി പരാതി ലഭിച്ചിരുന്നതായി വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിജിലൻസ് SP ഷാഹുൽ ഹമീദിന്റെ രഹസ്യ നീക്കത്തിലൂടെയാണ് ധനീഷ് പിടിയിലായത്. പുതുശ്ശേരി പഞ്ചായത്ത് ഓവർസിയർ ധനീഷിനെതിരെ മുമ്പും വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. രാഷ്ട്രീയ സംഘടനാ നേതൃത്വങ്ങൾ ഇടപെട്ട് പല പരാതികളും ഒതുക്കി തീർക്കുകയായിരുന്നു. നിർമ്മാണ പ്രവൃത്തിക്ക് ആവശ്യമായ രേഖകൾ എല്ലാമുണ്ടായിട്ടും അനുമതി നൽകാനാണ് ധനീഷ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ മണ്ണുത്തിയിൽ ചേരുംകുഴിയിൽ സഹോദരനൊപ്പം കുളിക്കാൻ പോയി കുളത്തിൽ വീണ് ജ്യേഷ്ഠൻ മരിച്ചു. ചേരംകുഴി സ്വദേശി നിർച്ചാലിൽ സുരേഷിൻ്റെ മകൻ 10 വയസ്സുള്ള സരുണാണ് മരിച്ചത്. 8 വയസ്സുള്ള വരുൺ കുളത്തിൻ്റെ ഭിത്തിയിൽ പിടിച്ചുനിന്ന് രക്ഷപ്പെട്ടു. വെള്ളത്തിൽ വീണ സരുണിനെ പുറത്തെടുത്ത് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശാരിക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ച സരുൺ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന അധ്യയന വർഷത്തിൽ ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഓരോ സ്കൂളുകൾക്കും വരേണ്ട മാറ്റങ്ങളും കൃത്യമായിട്ട് നിർണയിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ 13 പരിപാടികളാണ് ഈ ജ്യോതിസ് ഗുണമേന്മ ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്.
നമുക്കറിയാം ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 9 വർഷമായി നമ്മുടെ ജ്യോതിസ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയിട്ട് പറഞ്ഞതുപോലെ തന്നെ 9 വർഷത്തിനിപ്പുറം നമ്മുടെ കേരളത്തിൽ നടന്ന മാറ്റങ്ങൾ നമ്മൾ കണ്ടുറന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. റിട്ടയർഡ് ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ KS വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും വിരമിച്ച 4 അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ജ്യോതിസ് കോർഡിനേറ്റർ P. നാരായണൻ 2025-26 ജ്യോതിസ് പദ്ധതി അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, KT പുഷ്പലത, മെമ്പർമാരായ മുജിബുദ്ദീൻ, ദിവ്യ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. TP രജീഷ് സ്വാഗതവും ശോഭന ടീച്ചർ നന്ദിയും പറഞ്ഞു. സ്കൂൾ ഗ്രൂപ്പുകളുടെ ചർച്ച, പൊതുചർച്ച, അവതരണം എന്നിവയും നടന്നു. ജ്യോതിസ് കോർഡിനേറ്റർ K. രാജഗോപാലൻ മാസ്റ്റർ ക്രോഡീകരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വിദ്യാലയങ്ങൾക്ക് ഏറെ ഗുണകരമായെന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വിലയിരുത്തൽ. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. 2015 തുടങ്ങിവച്ച ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വരുന്ന അധ്യയന വർഷത്തിൽ 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആരംഭത്തിൽ P. നാരായണൻ മാസ്റ്റർ കോർഡിനേറ്ററായ പദ്ധതിക്ക് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചത് 2 ലക്ഷം രൂപയായിരുന്നു. പിന്നീടങ്ങോട്ട് തുക വർദ്ധിപ്പിച്ചു. ഇത്തവണ വിദ്യാലയങ്ങളിൽ നടത്തുന്ന 13 ഇനം പരിപാടികൾക്ക് 10 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിരിക്കുന്നത്. പഠനം മാത്രമല്ല, കുട്ടികളുടെ സർഗശേഷി വളർത്തിയെടുക്കാൻ ഉപകരിക്കുന്ന പദ്ധതി വിദ്യാലയങ്ങൾക്ക് ഏറെ പുരോഗമനമുണ്ടെന്ന് അധ്യാപകർ പറയുന്നു. വളരെയധികം ഗുണപരമായിട്ടാണ്. കാരണം എൻ്റെ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വിദ്യാലയമാണ്. അതിൽ ഇപ്പോൾ കാണുന്ന ഈ പുരോഗതി സ്കൂളിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നിമിത്തമായത് ജ്യോതിസാണ്. ഓരോ വർഷവും ജ്യോതിസ് കുറച്ച് നമുക്ക് എന്തെങ്കിലും പ്രവർത്തനം തരും. അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മൾ തന്നെ കൂടുതൽ പ്രവർത്തനം, ഒപ്പം നാട്ടുകാരും. കാരണം ജ്യോതിസിൻ്റെ ഓരോ പദ്ധതിക്കും നാട്ടുകാരെ കൂടി സ്കൂളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും കൂടി അതൊരു ശ്രമം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ ഉയർച്ചയും കലാകായികമായ ഉന്നമനവും ആണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായനോത്സവം, നവോത്ഥാന സംഗമം, ഇംഗ്ലീഷ് ഫെസ്റ്റ്, കായിക പരിശീലനം, ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി 15-16 ഇനം പദ്ധതികൾ LP UP വിദ്യാലയങ്ങളിലായി ഓരോ വർഷവും നടത്തിവരാറുണ്ട്. കൂടാതെ അംഗൻവാടി, പ്രൈമറി കലോത്സവം നടത്താറുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ 40 അംഗൻവാടികളും 8 പ്രീ പ്രൈമറിയുമാണുള്ളത്. ചെറുപ്പത്തിൽ തന്നെ കലാപരമായ കഴിവ് പ്രകടിപ്പിക്കാൻ ഇത്തരമൊരു പദ്ധതിയിലൂടെ കഴിയുന്നുണ്ടെന്ന് അംഗൻവാടി ടീച്ചർമാരും പറയുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയായ ജ്യോതിസ് പരിപാടി അംഗൻവാടി കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം അവർക്ക് ആദ്യമായി അവരുടെ കലാപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കിട്ടുക എന്നുള്ളത് ഈ സർഗോത്സവം പരിപാടിയിലാണ്. പുതിയ വർഷത്തിൽ വിദ്യാലയങ്ങളിൽ 13 പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാര്യക്ഷമമായി ഇത് നടപ്പാക്കാൻ കഴിയുമെന്നും ഈ വർഷത്തെ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥയായ ശോഭന ടീച്ചർ പറഞ്ഞു. മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നമ്മുടെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തനത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മുടെ ജ്യോതിസ് പദ്ധതി. ശ്രീ നാരായണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പദ്ധതിയിൽ ഏകദേശം 10 ലക്ഷത്തോളം രൂപ നമ്മൾ ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സ്കൂളുകളിലും അത് ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്ന രീതിയിലാണ് നടത്തുന്നത്. 13 ഇന പരിപാടികളാണ് ഈ വർഷം നമ്മൾ ഇതിനായിട്ട് ഈ ജ്യോതിസ് പദ്ധതിയിലൂടെ നടത്തുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മയിലാണ് പദ്ധതി ഏറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പദ്ധതി കൂടുതൽ വിജയകരമാകുമെന്ന വിലയിരുത്തലിലാണ് പഞ്ചായത്ത് ഭരണസമിതി. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് പഞ്ചായത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി ഗണിത ഭാഷ നൈപുണി വികസന പദ്ധതിക്ക് തുടക്കം. നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്കൂളുകളെ വിഷ്വൽ എംപയർമെൻ്റെന്നും ഹിയറിംഗ് ഇമ്പയർമെൻ്റെന്നും രണ്ടായി തിരിച്ച് ആ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായി അധ്യാപകർക്ക് സ്ഥാപനങ്ങൾ സൂചിപ്പിച്ചാണ്. കേരളത്തിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ അത്തരം വിദ്യാലയങ്ങൾ എന്ന് പറയുന്ന ആകെ 40-ൽ താഴെ വിദ്യാലയങ്ങളേ ഉള്ളൂ കേരളത്തിലാകെ. അതുപോലെ തന്നെ ഹിയറിംഗുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് സമാനമായ നിലയിലുള്ള നമ്പറേ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകളുള്ളൂ. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി.
പദ്ധതിയുടെ ഖനി ഗണിതം 1-ാം ഭാഗം വർക്ക്ഷീറ്റ് കെ പ്രേംകുമാർ MLA AEO C ശാന്തകുമാരിക്ക് നൽകി പ്രകാശനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ്, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി ലത, കെ അബ്ദുൾ നാസർ, പി മായ, ഫൗസിയ ഹനീഫ, നഗരസഭാ മുനിസിപ്പൽ എഞ്ചിനീയർ ടി ജയപ്രകാശ്, ഒറ്റപ്പാലം BRCയിലെ അധ്യാപിക രമ്യ എന്നിവർ സംസാരിച്ചു. LP UP വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ ഒറ്റപ്പാലം നഗരസഭയുടെ വേറിട്ട പദ്ധതിയാണിത്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഈ അധ്യയന വർഷം ഗണിതഭാഷാ നൈപുണി വികസന പദ്ധതി നടപ്പാക്കുന്നത്. ഗണിതത്തിലും ഭാഷാ വിഷയങ്ങളിലും പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള പദ്ധതിയാണിത്. നഗരസഭാ പരിധിയിലെ മുഴുവൻ LP UP സ്കൂളുകളിലും പദ്ധതി നടപ്പാക്കും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും. വർക്ക്ഷീറ്റും പ്രത്യേക പരീക്ഷയും നൽകി. കോവിഡിന് ശേഷം ചില വിദ്യാർത്ഥികളുടെ പഠന നിലവാരം കുറഞ്ഞെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് നഗരസഭയുടെ മാതൃകാ പദ്ധതി. LP UP തലങ്ങളിൽ തന്നെ നിലവാരം മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ക്ഷേമനിധി പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് കേരള പ്രദേശ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കോങ്ങാട് സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം INTUC ജില്ലാ SK അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജവഹർലാൽ അനുസ്മരണവും സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാന്യമായി ശമ്പളം കിട്ടുന്നില്ല. 2-3 മാസം വൈകിട്ട് ശമ്പളം പണിയെടുത്ത് അതിനും കൂടി കിട്ടുന്നില്ല. എല്ലാം കേരളത്തിൽ ഉടനീളം പാവപ്പെട്ടവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവരുടേതായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ചെയ്ത് കൃത്യമായി മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു സ്ഥിതി കാണുന്നത് കേരളം മുന്നോട്ട് പോകും. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് വേണു വെണ്ണറ മുഖ്യാതിഥിയായി പങ്കെടുത്തു. P മുരളീധരൻ, N മുരളീധരൻ, CN ശിവദാസൻ എന്നിവർ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. NKNTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരിജാദേവി, KC പുഷ്പലത, KR മനുപ്രസാദ്, ജില്ലാ പ്രസിഡന്റ് P ഉഷാകുമാരി, ജില്ലാ ജനറൽ സെക്രട്ടറി MP ശോഭന, N സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൊഴിലാളികളുടെ മക്കളിൽ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം മണ്ണൂരിൽ സംഘടിപ്പിച്ചു. പെൻഷൻ വാങ്ങും മുൻപേ മരണപ്പെടുന്ന പ്രവാസികളുടെ അവകാശികൾക്ക് മുഴുവൻ പെൻഷൻ തുകയും അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടറി MA നാസർ ഉദ്ഘാടനം ചെയ്തു. ഈ കഴിഞ്ഞ സമ്മേളന കാലയളവ് ഇവിടെ പ്രവാസി എന്ന് പറയുമ്പോൾ സാർവദേശീയതയും ദേശീയതയും പ്രാദേശികവും എല്ലാം തന്നെ വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഘടനയാണ് പ്രവാസി സംഘം അല്ലെങ്കിൽ പ്രവാസികളുടെ സംഘടന എന്ന് പറയുന്നത്. കാരണം പ്രവാസികൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗമല്ല. KS മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അബ്ദുൽ കലാം PA, വിജയൻ നഗരിപ്പുറം എന്നിവരെ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ആദരിച്ചു. ഉന്നത വിജയം നേടിയ പ്രവാസികളുടെ മക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. ഏരിയ പ്രസിഡന്റ് P മുകുന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം കമലം ലക്കിടി, രവീന്ദ്രൻ ചുനങ്ങാട്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി പത്മനാഭൻ, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രശാന്ത് പണിക്കർ സ്വാഗതവും അജിത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളശ്ശേരി ഒടുവിൽ സ്മാരക വായനശാലയെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന കലാകേന്ദ്രമായി മാറ്റാൻ ശ്രമം നടത്തിവരികയാണെന്ന് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA. കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ച ഒടുവിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഏതാണ്ട് 2002 എന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഒരു സാമൂഹ്യ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഗീയ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പരാമർശിച്ച് ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ സിനിമ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയത്. വലിയ സ്വീകാര്യതയുണ്ടായി. 200 കോടി ക്ലബിലേക്ക് കയറി. ഇതെല്ലാം നമുക്കറിയാം. ഒരു കമേഴ്സ്യൽ ഫിലിം എന്ന നിലയിൽ അത് വമ്പിച്ച വിജയമായിരുന്നു എന്നും അറിയാം. പക്ഷേ ഒരു സോഷ്യൽ മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ചിന്തിപ്പിക്കാനുള്ള, ജനങ്ങളെ ചിന്തിപ്പിച്ച് അവരുടെ മനസ്സിനെ മാറ്റാൻ കഴിയുള്ള, അല്ലെങ്കിൽ പുതിയ പ്രചോദനത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എപ്പോഴും സിനിമ എന്ന് പറയുന്നത്. അപ്പം ആ സിനിമ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായി എന്ന് മാത്രമല്ല, ആ സിനിമയുടെ യഥാർത്ഥ ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും
ഒടുവിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് CR സജീവ് അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി KE പത്മകുമാർ, ജോയിന്റ് സെക്രട്ടറി YN ജയഗോപാലൻ, സദനം ശ്യാമളൻ, മോഹൻദാസ് മുണ്ടഞ്ചേരി, ശൈലജാദേവി, ഗോപൻ എഴക്കാട്, P രാജഗോപാലൻ മാസ്റ്റർ, PC ജയരാജ് എന്നിവർ സംസാരിച്ചു. ഡാവിഞ്ചി ആർട്സ് വരച്ച മോക്ഷ എന്ന പേരിലുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഛായാചിത്രം ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ലാൽ ജോസ് അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ കുഞ്ചൻ സ്മാരക അവാർഡ് ജേതാവും അധ്യാപികയുമായ ശൈലജാദേവി N, ബഹുമുഖ പ്രതിഭ ഗോപൻ എഴക്കാട്, സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാര അവാർഡ് ജേതാവ് മാസ്റ്റർ അമൃനേഷ്, നീന്തൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച മാസ്റ്റർ വിശാൽ P വിജയ്, അനയ്, ശ്രീഹരി, കുമാരി സനയ സന്തോഷ്, മാസ്റ്റർ പാർത്ഥീവ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളും സഹസ്ര കലശാഭിഷേകവും അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മന ഉണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. കഴിഞ്ഞ ദിവസം ബിംബശുദ്ധി കലശപൂജകൾ, ബ്രഹ്മകലശപൂജ, പരികലശപൂജ, ബിംബശുദ്ധി കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം അധിവാസ ഹോമം, കലശ അധിവാസം, അത്താഴപൂജ, അനുജ്ഞാ പ്രാർത്ഥന എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കൽ, ബ്രഹ്മകലശം അഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി, പ്രസാദഊട്ട്, വൈകിട്ട് ദീപാരാധന, ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഭഗവതി സേവ എന്നിവ ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ഇത് ജീവൻ മരണ പോരാട്ടം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നാണ് തീരുമാനം. ഈ സാഹചര്യത്തിൽ BJPയുടെ വോട്ടുകൾ ആർക്ക് അനുകൂലമാകും? താങ്കളുടെ അഭിപ്രായം. മാറ്റൊലിയിലേക്ക്. മൊത്തമായിട്ട് വോട്ട് മറിയുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഒരു വിഭാഗം ആളുകൾ CPMനെ തോൽപ്പിക്കാൻ വേണ്ടി UDFന് വോട്ട് ചെയ്തേക്കും. പിന്നെ നിലമ്പൂർ NDA വലിയ ശക്തിയൊന്നുമല്ല. കൂടിയ വോട്ട് 12,000ആണ്. അതും BDJS വന്നപ്പോഴാണ് 12,000 കിട്ടിയത്. അതുവരെ 8,000 വോട്ടാണ് അവർക്കുണ്ടായിട്ടുള്ളത്. BDJS അല്ല, അവിടെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മുടെ രാജീവ് അദ്ദേഹം വന്നതിന് ശേഷം വളരെ കുറവ് വോട്ടുള്ള സ്ഥലത്ത് BJP മത്സരിക്കില്ല. അതാണ്. അല്ലാതെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നുള്ള ന്യായീകരണമൊക്കെ വെറും തൊടുന്യായം മാത്രമാണ്. അതാണ് അവസ്ഥ. പിന്നെ അവിടെ ഒരു ശക്തിയൊന്നും കാണിക്കാൻ ഇന്ത്യക്കുള്ള കഴിവില്ല. 10,000 വോട്ട് എന്നുള്ളത് വളരെ ചെറിയൊരു വോട്ടാണ്. അത്ര വോട്ടൊക്കെ ഇപ്പം കിട്ടുമോ അറിയില്ല. ഈ സാഹചര്യത്തിൽ എത്ര പോളിംഗ് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു 70% എത്തിയാൽ വലിയ. കഴിഞ്ഞ പ്രാവശ്യം വലിയ കൊട്ടിഘോഷിച്ച നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ പോളിംഗ് ഉണ്ടായില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് 21 വീടുകൾ പൂർണ്ണമായും 586 വീടുകൾ ഭാഗികമായും തകർന്നെന്ന് മന്ത്രി K രാജൻ. പ്രതിസന്ധികൾ നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ 4000-ഓളം ക്യാമ്പുകൾ സജ്ജം. നിലവിൽ ഡാമുകളിൽ എവിടെയും പ്രശ്നങ്ങളില്ല എന്നും രാത്രികാലങ്ങളിൽ ഡാമുകൾ തുറക്കില്ലെന്നും മന്ത്രി. PV അൻവറിനെ UDFൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തിയെന്ന് UDF ചെയർമാൻ VD സതീശൻ. PV അൻവർ പറഞ്ഞത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റിന് ആവേശകരമായ സ്വീകരണമൊരുക്കി ഷൊർണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ. കാലവർഷം ശക്തമായതോടെ ഷൊർണൂർ കുളപ്പുള്ളി പാത വീണ്ടും തകർച്ചയിലേക്ക്. മഴ പെയ്താൽ റോഡിലെ ടാർ കുത്തിയൊലിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ. ഇരുചക്ര വാഹനക്കാർക്ക് ഭീഷണിയായി റോഡിലെ വൻ ഗർത്തങ്ങൾ. തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തിയിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ മൗനം പാലിച്ച് അധികൃതർ. തുടരുന്ന കാലവർഷക്കെടുതി. കോട്ടായിയിൽ കിടപ്പ് രോഗിയുടെ ഓടിട്ട വീട് തകർന്നു. കോട്ടായി അണ്ടത്തുകാട് റോഡിന്റെ ബണ്ട് തകർന്ന് റോഡിന്റെ വശം ഒലിച്ചുപോയി. ഒറ്റപ്പാലം മനശ്ശേരിയിൽ വൻ പുളിമരം കടപുഴകി വീണു. ദമ്പതികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. പറളിയിൽ വീട് തകർന്നടിഞ്ഞു. പറളി പതിപ്പാലം വെള്ളത്തിൽ മുങ്ങി. പാലത്തിലൂടെയുള്ള യാത്ര നിരോധിച്ചതോടെ പ്രതിസന്ധിയിലായി നാട്ടുകാർ. പാലം പ്രശ്നത്തിൽ പ്രതിഷേധവുമായി BJP. ഒഴുക്കുകൂടിയതോടെ പട്ടാമ്പിയിലെ പുതിയ പാലത്തിന്റെ പണി നിർത്തിവച്ചു.
ഇരുകരമുട്ടി ഭാരതപ്പുഴ ജാഗ്രത വേണമെന്ന് അധികൃതർ. കാലവർഷക്കെടുതി നേരിടാൻ UR പ്രദീപ് MLA നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേലക്കരയിൽ. പാലക്കാട് വാളയാർ പുതുശ്ശേരിയിൽ കൈക്കൂലി വാങ്ങിയ പഞ്ചായത്ത് ഓവർസിയർ വിജിലൻസിന്റെ പിടിയിൽ. ബിൽഡിംഗ് പെർമിറ്റിനായി കൈക്കൂലി വാങ്ങിയത് 10,000 രൂപ. നിർമ്മാണ പ്രവൃത്തികൾക്ക് ആവശ്യമായ എല്ലാ രേഖകളുമുണ്ടായിട്ടും കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതി. തൃശൂർ മണ്ണുത്തിയിൽ സഹോദരനൊപ്പം കുളിക്കാൻ പോയ ജ്യേഷ്ഠൻ കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. മരിച്ചത് ചേരുകുഴി സ്വദേശി നീർച്ചാലിൽ സുരേഷിന്റെ മകൻ 10 വയസ്സുള്ള സരുൺ. 8 വയസ്സുകാരൻ വരുൺ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുട്ടികളുടെ സർഗശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ജ്യോതിസ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി വിദ്യാലയങ്ങൾക്ക് ഏറെ ഗുണകരമായെന്ന് അധ്യാപകരും രക്ഷിതാക്കളും. ഒറ്റപ്പാലം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗണിത ഭാഷ നൈപുണി വികസന പദ്ധതിക്ക് തുടക്കം. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ സംഗമം ഓങ്ങല്ലൂരിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.